ഹായ് ഓൾ. ഇന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഒരു പ്രവർത്തനമാണ് ഞാനിവിടെ കാണിക്കുന്നത്, പേപ്പർ ഹൗസ് മേക്കിങ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സൊക്കെ നമുക്ക് ഇതിൽ തന്നെ പറയുന്നുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിവിടെ കാണിക്കാൻ വേണ്ടി കാരണം എനിക്കൊരു അബദ്ധം പറ്റി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ ഈ ബുക്ക് കവിഞ്ഞു പോകുന്ന ഒരു രീതിയായിപ്പോയി ഇത് ചെയ്ത സമയത്ത്. അപ്പോൾ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് എന്നുള്ള ഒരു ഇതിലാണ് ഞാനിത് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു A4 ഷീറ്റാണ് എടുത്തത്. A4 ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നടുവിൽ മടക്കാം. അതിങ്ങനെ നടുവിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം മാറ്റി വയ്ക്കാം. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇത് ഇനി നമുക്ക് ഒരു സ്ക്വയർ ആയിട്ടാണ് വേണ്ടത് പേപ്പർ ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ A4 ഷീറ്റ് നമുക്ക് കറക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി മൂലയിൽ ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ ഇതുപോലെ മടക്കുക. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഈ ഒരു ഭാഗം ഇത് തിരിച്ച് ഇങ്ങോട്ടും മടക്കുക. എന്നിട്ട് നമുക്ക് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് പേപ്പർ ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായി നമുക്ക് ഈ നടുവിൽ നിന്ന് കറക്റ്റ് താഴേക്ക് മടക്കാം. കറക്റ്റ് താഴേക്ക് മടക്കി ഇതിൻ്റെ നടുഭാഗം ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് അത് നിവർത്തുന്ന സമയത്ത് ഇങ്ങനൊരു ഈ മടക്കിയ ഒരു ലൈന് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പേപ്പറിൻ്റെ രണ്ടറ്റവും ഈ ഒരു നടുവിലേക്ക് മടക്കുക. ഈ ഭാഗം മടക്കുക. അതുപോലെ തന്നെ അടുത്ത ഭാഗവും ഇതുപോലെ മടക്കാം. ഇങ്ങനെ മടക്കിയ ശേഷം, അതായത് ഈ ഒരു പോലെ ബുക്ക് തുറക്കുന്ന പോലെ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് വയ്ക്കാം. തിരിച്ച് വെച്ച് ഇതുപോലെ താഴേക്ക് മടക്കുക. താഴേക്ക് മടക്കി നമ്മൾ ഫസ്റ്റ് ഒരു ലൈൻ ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഇവിടെയും ഒന്നാമർത്തി പ്രസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈന് ഇവിടെ കിട്ടും. ഈ ലൈന്. എന്നിട്ട് ഇവിടുന്ന് ഇതിലേക്ക് മടക്കുക. ആ ലൈന് വരുന്ന ഭാഗത്തേക്ക് മടക്കുക. അതുപോലെ താഴെ നിന്നും ഈ ലൈന് വരുന്ന ഭാഗത്തേക്ക് മടക്കുക. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. അതായത് ഈ ഒരു പൂവ് പോലെ ഇതളുകളെല്ലാം ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ, ഈ രീതിയിൽ വേണം നമ്മൾ മടക്കാൻ. 4 ഭാഗം നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മുകളിലുള്ള ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കൈ വെച്ച് ഇങ്ങനെ ഉറപ്പിച്ച് ഇങ്ങനെ മടക്കാം. അതേപോലെ ഈ ഭാഗം ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ നേരെ വരുന്ന ഈ ഭാഗവും ഇതുപോലെ തന്നെ മടക്കുക. നമ്മുടെ പേപ്പർ ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ കളർ ചെയ്യാനൊക്കെ കുട്ടികൾ ചെയ്തോളും. 1-2 പ്രാവശ്യം നമുക്ക് കാണിച്ചു കൊടുത്താൽ പിന്നീട് കുട്ടികൾ തന്നെ ഇതുണ്ടാക്കും. വളരെ സിമ്പിളാണ് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കളറൊക്കെ ചെയ്ത് ഇതുപോലെ മനോഹരമാക്കിയെടുക്കാം. ഓക്കെ.